പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാം എന്ന് കരുതുന്നു. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ധന്യ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ദൈവവചന പഠനത്തിന്റെ 3ാമത്തെ ക്ലാസ് ആണല്ലോ. വളരെ താല്പര്യത്തോടെ നിങ്ങൾ കൃത്യസമയത്ത് ജോയിൻ ചെയ്തോ ദൈവത്തെ സ്തുതിക്കും. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിവിധയിടങ്ങളിലായി പലരും ഈ ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന വിദേശ രാജ്യങ്ങളുള്ള പല പ്രിയപ്പെട്ടവരുമുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിയുന്നത്ര ആളുകൾ വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ അത് നന്നായിരിക്കും, നമുക്ക് അനുഗ്രഹമായി തീരും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1 മണിക്കൂർ നേരമല്ലേ ഉള്ളൂ. നമ്മളത് വളരെ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പാകെ നിൽപ്പാൻ, വചനം പഠിപ്പാൻ ദൈവകൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് വചനം പഠിക്കേണ്ട വിധം എങ്ങനെയാകുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മള് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുമായി നിങ്ങളെ ഒന്ന് അടുപ്പിക്കേണ്ടതിന് വേണ്ടി മാത്രം ഞാൻ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 4 ലെവൽസ് കൊണ്ട് ഞാൻ ഓർപ്പിച്ചു. ഞാനത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഒന്ന് നമുക്ക് വീണ്ടും വിഷയം പുറകോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ്. ആ 4 ലെവലുകളിൽ ദൈവവചന വായനയിൽ ഏത് ലെവലിലാണ് നാം വായിക്കുന്നതെന്ന് സ്വയശോധന ചെയ്ത് ആ 4ാമത്തെ തലം വരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ അതിനാവശ്യമായ ദൈവകൃപ പരിശുദ്ധ നൽകേണ്ടതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം വായിക്കുന്ന എങ്ങനെ ആയിരിക്കട്ടെ. പഠിക്കേണ്ട രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. വേദവസം മുഴുവൻ വായിക്കണം, വാക്യങ്ങൾ നമ്മൾ മനഃപാഠമാക്കണം, ചാപ്റ്റേഴ്സ് നമുക്ക് എന്താ പറയാ അതുമായിട്ട് അഭിജമായ ബന്ധമുണ്ടാകണം, റിസർച്ച് ചെയ്ത് പഠിക്കാൻ നാം ഉത്സാഹിക്കണം. പിന്നെ ചരിത്രപരമായ അറിവുകളുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി പഠിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചു. മാത്രമല്ല ജിയോഗ്രഫിക്കൽ സ്റ്റഡി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനത് പിന്നീട് പറയാം. ഭൂമിശാസ്ത്രപരമായ പഠനം എവിടാണ് എന്താണെന്നറിയാൻ വയ്യാതുള്ള ഒട്ടനവധി തെറ്റിദ്ധാരണകൾ. ഭൂമിശാസ്ത്രപരമായ പഠനം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ പാസ്റ്റർമാര്, വിശ്വാസികളല്ല പാസ്റ്റർമാര്, നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങളെ പോലുള്ളവരെ ബാധിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ പാസ്റ്റർമാര് ഒരു ഇന്റർനാഷണൽ വിഡിത്തം പറഞ്ഞ് പഠിപ്പിച്ചത് ജനത്തിന്റെ മനസ്സിൽ നല്ല തറഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് യോനാ പ്രവാചകൻ. അല്ലെ, യോനാ പ്രവാചകനോട് നിനവയിൽ പോയി നിനവേക്കാർക്ക് വിരോധമായി പ്രസംഗിക്കാൻ പറഞ്ഞു. നിനവിലേക്ക് പോകേണ്ട യോനാ പ്രവാചകൻ നേരെ തർശീശിലേക്ക് പോയി. ഏതാണ്ട് കടലിന്റെ മധ്യഭാഗത്ത് എത്തിയപ്പോഴേക്കും കാറ്റും കോളും ഉണ്ടായി, കപ്പൽ മുങ്ങാറായി. അവസാനം ചീട്ടിട്ടതിന്റെ കാരണക്കാരനെ കണ്ടുപിടിച്ചു. ചീട്ടിട്ടപ്പോൾ അത് യോന എന്ന് മനസ്സിലായി. നിരവധി ചോദ്യങ്ങൾ തന്റെ മുമ്പാകെ വരുന്നു. നിന്റെ പേരെന്ത്, നിന്റെ ഗോത്രമേത്, നിന്റെ ജാതിയേത്, ഭാഷയേത്, എവിടുന്ന് വരുന്നു, തൊഴിലെന്ത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവസാനം യോനായെ എടുത്ത് വെള്ളത്തിലിടുന്നു. മത്സ്യം യോനായെ വിഴുങ്ങി. 3 ദിവസം മത്സ്യം കിടന്ന് കഷ്ടപ്പെട്ടു. അവസാനം യോനെ കരയ്ക്ക് കൊണ്ട് മത്സ്യം ഛർദ്ദിച്ചു. അവിടുന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിനവയിൽ പോയി പ്രസംഗിച്ച് അവിടെയുള്ള ആളുകൾ മനസ്സാന്തരപ്പെട്ടു. അല്ലേ, മത്സ്യ യോന എന്ത് ചെയ്തു? നിനവയെ കൊണ്ട് ശബ്ദിച്ച്. അങ്ങനെയാണ് അദ്ദേഹം നിനവയിലെത്തുന്നത്. അല്ലേ, എനിക്കറിയാൻ ഏത് പുസ്തകത്തിൽ ഇത് പഠിച്ചതെന്നുള്ളൂ. ആര് പറഞ്ഞു തന്നത് ഇങ്ങനെയൊക്കെ? ഒരിക്കലും ശ്രദ്ധയോടെ തിരുവെഴുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അബദ്ധം നമ്മുടെ മനസ്സ് കൊണ്ട് കയറുമായിരുന്നു. അല്ലേ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഓർപ്പിച്ച് വായിക്കും വളരെ ശ്രദ്ധയോടെ വേണം ദൈവവചനം വായിക്കാൻ. സൈമൺ സാറിന്റെ പാട്ടിനകത്ത് അവനല്ലേ, തേനിലും മധുരം വേദമല്ലാതെ എന്തുകൊണ്ട് ചൊൽത്തോഴ, നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകയും തോഴ എന്നാണ്. നിങ്ങൾക്ക് പാപ്പാടെ എന്നോടൊരു ദേഷ്യം വന്നപ്പോൾ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞ ഏതാണ്ട് വചനവിരുദ്ധമാണെന്നൊരു തോന്നൽ. കാരണം പെട്ടെന്ന് എന്താ പറയാ, ആകാശം മേഘാവൃതമായി നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത്. ഞാന്
വെറുതെ പറയാം, എന്റെ മുമ്പിൽ തിരുവഴുത്തിരിപ്പുണ്ട്, ഞാൻ ആ പുസ്തകത്തിന്റെ തെളിവോടുകൂടെ തന്നെയാ പറയുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഭാഗം തിരുത്തിയിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. നിങ്ങൾ യോനയുടെ പുസ്തകം ഒന്ന് എടുക്കണേ. യോനയുടെ പുസ്തകം എടുത്തോ. ആമോസ് കഴിഞ്ഞ ഓബദ്യാവ് കഴിഞ്ഞ യോന. ആരെങ്കിലും 1-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം വായിക്കണം. അൺമ്യൂട്ട് ചെയ്ത് വായിക്കാമോ? അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഷ്ടമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്ത് ചെയ്യണം? നീ പുറപ്പെട്ട് നിനവയിൽ ചെന്ന് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കാം അല്ലേ? ഏതായാലും വായിച്ചല്ലേ? 2-3 വാക്യം കൊടുത്ത് വായിച്ചേ. അവരുടെ ദുഷ്ടത. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശയിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യഹോവയെങ്കിലേക്ക് ചെന്നു. തർശീശയിലേക്ക് ഞാൻ പറയാം. ദൈവത്തിന്റെ അരുളപ്പാട് അബിഥായുടെ മകനായ യോനയ്ക്കുണ്ടായത്, നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെല്ലണം. ആ വാക്യം മറന്നു പോകരുത്. 1-ാമത്തെ വാക്യം നിങ്ങളുടെ മനസ്സിൽ പതിയണം. നീ എഴുന്നേറ്റ് പുറപ്പെട്ട് നിലവിൽ ചെന്ന് നിലവേക്കാർക്ക് വിരോധമായി പ്രസംഗിക്കണം. അതാണ് ആ നിലവിലേക്ക് പോകേണ്ട യോന നിലവിലേക്ക് പോകാതെ നേരെ തർസസിലേക്ക് പോവുക അല്ലേ? യെസ്. നിലവിലേക്ക് യോന പോകാതിരിക്കാൻ കാരണമുണ്ട്. അത് അവിടെ ഉള്ളൊരു മനസാന്തരപ്പെടേണ്ട എന്നുള്ള ലക്ഷ്യം കൊണ്ടല്ല. എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ ഇസ്രയേലിനെ ആക്രമിക്കുന്ന രാജ്യമാണ് നിനവേ. മനസ്സിലായോ? അഥവാ അശൂറിന്റെ തലസ്ഥാനമായ നിനവേ പട്ടണം. അപ്പൊ അവരെപ്പോഴൊക്കെ സമയം കിട്ടും അതൊക്കെ ഇസ്രയേലിനെ ആക്രമിക്കുന്നവരായതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കുന്നു പറഞ്ഞപ്പം യോന തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ നടന്നോട്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അദ്ദേഹം നേരെ തർശൂസിലേക്ക് പോയി. ഞാനൊരു കാര്യം പറയണേട്ടാ. യോന തർശൂസിലേക്ക് പോയി ഏതാണ്ട് കടലിന്റെ മധ്യഭാഗത്തേക്ക് ചെന്നപ്പോഴത്തേക്കിന് കാറ്റും കോളും ഉണ്ടായി. സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അവസാനം യോന എടുത്തു വെള്ളത്തിലിട്ടു, മത്സ്യം വിഴുങ്ങി. മത്സ്യം യോന എവിടെ കൊണ്ട് ഛർദ്ദിച്ചു? നിനവെ കൊണ്ടുപോയി ഛർദ്ദിച്ചല്ലേ? നിനവെ കൊണ്ട് ഛർദ്ദിച്ചെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതെനിക്ക് പിടികിട്ടാതെ. ഇവിടെയാണ് ഭൂമിശാസ്ത്രപരമായ പഠനം നമുക്ക് വേണമെന്ന് പറഞ്ഞത്. ഞാനിപ്പോ പറഞ്ഞിലെത്തതേ ഉള്ളൂ. അശൂറിന്റെ തലസ്ഥാനമാണ് നിനവേ. ഞാനൊരു മാപ്പ് നിങ്ങളെ കാണിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ പ്രശ്നം ഈ നിലവേ എവിടാന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു. നിങ്ങൾക്ക് വല്ലതും കാണാവോ? ഇല്ല. ഒരു കാര്യം ചെയ്തേ, എളുപ്പം ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഇരിപ്പുണ്ടല്ലോ? ഉണ്ട്. ഏറ്റവും പുറകിലത്തെ പേജിലേക്ക് വന്നേ. അതൊരു പക്ഷത്തേക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും, കുഴപ്പമില്ല. വെളിപ്പാട് പുസ്തകം കഴിഞ്ഞാൽ ഉടനെയുള്ള പേജില്ലേ അബ്രഹാം പ്രയാണം ചെയ്ത ദേശങ്ങൾ എന്നത് കണ്ടോ? ആ മാപ്പ് കിട്ടിയോ എല്ലാവർക്കും? അത് നിങ്ങൾ ആരെങ്കിലും നിലവെ കണ്ടോ? നിലവെ കണ്ടോ എവിടാണെന്ന്? ഈ മാപ്പിനകത്ത് ആരും ഒന്നും മിണ്ടുന്നില്ല. അശൂർ കണ്ടോ? ഇല്ല. കണ്ടു. ബാബിലോൺ അതിന് തൊട്ടുമേളിൽ പ്രാർത്ഥന ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടുമേളി അശൂർ. അശൂർ തൊട്ടുമേളിൽ നിലവേന്ന് കണ്ടോ? കണ്ടു. അപ്പോൾ അശൂറിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് നിനവേ. യോന പോയത് എവിടാന്നറിയാമോ? നിങ്ങൾ ലെഫ്റ്റിൽ കണ്ടോ? ഹെബ്രോൻ, കർമ്മേൽ പർവ്വതം, സോർ എന്നൊക്കെ കണ്ടോ? അഥവാ മഹാസമുദ്രം ഇരിക്കുന്ന കണ്ടോ? ലെഫ്റ്റിൽ കണ്ടു. മഹാസമുദ്രം അഥവാ മെഡിറ്ററേനിയൻ സീ, മധ്യധരണിയാഴി, അതിനാണ് മഹാസമുദ്രം എന്ന് പറയുന്നത്. അവിടെ ആ സോറിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ?
അതിന്റെ തൊട്ടിപ്പുറത്താണ് യോപ്പ കടൽ തീരം. യോപ്പ എന്റെ മറ്റേ മാപ്പിനകത്ത് ഞാൻ അടുത്ത ആഴ്ചയില് ഈ ഫോട്ടോ ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് തരാം. തൊട്ട് താഴെയാണ് യോപ്പ തുറമുഖം. അവിടെ നിന്നാണ് നിനവയിലേക്ക് തർശസിലേക്ക് പോകുന്നത്. തർശസ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുപ്രോസ് ദ്വീപ് കണ്ടോ? യെസ്, വെരി ഗുഡ്. വാ, വലിയ ഉപകാരം. പെട്ടെന്ന് അത് എടുത്തതിന് വളരെ നന്ദി. അതില് അതിപ്പോ വലുപ്പപ്പെടുത്തി കാണിച്ചിട്ടെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. എന്റെ അറ്റ്ലസിന്റെ കുറെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. ഓക്കെ, അതില് ഈ കുപ്രോസിന് തൊട്ടിപ്പുറത്താണ് തർസോസ് എന്ന് പറയുന്ന സ്ഥലം. കേട്ടോ, ഇതിന്റെ തൊട്ടിപ്പുറത്താണ് തർസോസ് എന്ന സ്ഥലം. അപ്പൊ യോപ്പയിൽ നിന്ന് നേരെ അദ്ദേഹം തർസോസിലേക്ക് പോവുക മധ്യധരണിയാഴിയിലൂടെ. നിലവെ എവിടാ കിടക്കുന്നേ? തർസോസ് എവിടാ കിടക്കുന്നേ? ഈ മഹാസമുദ്രത്തിൽ നിന്ന് ഏത് മീൻ തലകുത്തി മറിഞ്ഞാലും, മനസ്സിലായോ? ജെറ്റ് എയർവേസിൽ കയറി പോയാലും മീൻ നിലവെ വരാൻ ഒക്കത്തില്ല. കാരണം നിലവയ്ക്ക് ചുറ്റും കടലില്ല. മനസ്സിലായോ? നിലവയ്ക്ക് ചുറ്റും കടലോ നദിയോ ഇല്ല. അശൂരിന്റെ തലസ്ഥാന നഗരമാണ് നിലവേ. മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ട് മീൻ ഒരു കാരണവശാലും നിലവിലേക്ക് പോയിട്ടുമില്ല, നിലവെ കൊണ്ട് ഛർദ്ദിച്ചുമില്ല. മധ്യധരണിയായുടെ നടുവിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മീൻ എന്ത് ചെയ്തു? യോനായെ വിഴുങ്ങി തിരിച്ച് കരയ്ക്കൊണ്ട് ഛർദ്ദിച്ചെന്ന് പറഞ്ഞാൽ യോപ്പയിൽ തന്നെ കൊണ്ട് ഛർദ്ദിച്ചു. തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ട് ഛർദ്ദിച്ചു. നിങ്ങൾക്ക് സംശയം, യോനയുടെ പുസ്തകത്തിലേക്ക് വീണ്ടും വന്നേ. അങ്ങനെ സംശയം വെച്ചോണ്ട് പോയാൽ ശരിയാകില്ലല്ലോ. എടുത്തോ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 3-ാം അധ്യായം 1-ാമത് വാക്യം. യഹോവയുടെ അരുളിപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനേവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. മതി. 2-ാം അധ്യായത്തിലാണല്ലോ യോനായെ മത്സ്യം വിഴുങ്ങുന്നതും കരയ്ക്കൊണ്ട് ഛർദ്ദിക്കുന്നതും. യോനായെ മത്സ്യം ചെന്ന് നിലവേലാണ് ഛർദ്ദിച്ചതെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെല്ലണം. എടാ, നിലവേ നിൽക്കുന്ന യോനയോട് വീണ്ടും ദൈവം പറയാണോ മഹാനഗരമായ നിലവിലേക്ക് ചെല്ലാൻ? ഇപ്പൊ പിടി കിട്ടിയോ? മത്സ്യം യോനായെ നിലവേലല്ല കൊണ്ട് ഛർദ്ദിച്ചതെന്നും യോനായെ യോപ്പ തുറമുഖത്തിനെ കൊണ്ട് ഛർദ്ദിച്ചെന്നൊക്കെ പിടി കിട്ടിയോ? അതാണല്ലോ അതിന്റെ ശരി. എവിടും തെറ്റിയോ അവിടെ തിരിച്ചു വരണ്ടേ? അത് തെറ്റി പോയ വഴിക്ക് അങ്ങ് പോയാൽ മതിയോ? ഇല്ല. യോപ്പായിൽ ആ റൂട്ട് തെറ്റിയത്. അപ്പൊ തിരിച്ചവിടെ എവിടെ തുടങ്ങി അവിടെ തന്നെ കൊണ്ട് മീൻ കൊണ്ട് ഛർദ്ദിച്ചു. വീണ്ടും ദൈവത്തിന്റെ അലപ്പാട് 1-ാം അധ്യായം 1-ാം വാക്യത്തിലെ പോലെ തന്നെ 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലും ദൈവം ഇടപെടുക. നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെല്ലണം. കണ്ടോ? അതിന് നമ്മുടെ കേരളത്തിലെ ഒരു പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്, ഈ മത്സ്യം 3 ദിവസമായി യോനായം കൊണ്ട് സഞ്ചരിച്ചിട്ട് ദിവസം 3600 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് നിലവയുടെ തീരത്ത് വന്ന് നിലവയുടെ തീരത്ത് നിന്നുകൊണ്ട് വാലെ കുത്തി നിന്നുകൊണ്ട് മീൻ ഛർദ്ദിച്ചു, തെറിച്ചു എന്ന് നിലവയിൽ യോന വീണെന്ന്. എന്തൊരു വചന വെളിപ്പാടാണ് ഞാൻ ആലോചിക്കുക. സ്തോത്രം. അത് കേൾക്കുമ്പം അത് മുഴുവൻ പറഞ്ഞു തീർക്കണ്ട. അതിനുമുമ്പ് നമ്മളെല്ലാവരും കൈകൊട്ടി ആത്മാവിൽ നിറഞ്ഞ അങ്ങ് പോ. ഒന്ന് കേൾക്കുകയും വേണ്ട, ഗ്രഹിക്കുകയും വേണ്ട. പറഞ്ഞു തീരുന്നതിന് മുമ്പേ അങ്ങ് ബഹളം. സ്തോത്രം.
അതുകൊണ്ട് അങ്ങനത്തെ വിട്ടിത്തൊന്നും ദയവ് ഇത് പറയരുത്. നിങ്ങള് കൈകൊട്ടിയില്ലേലും കുഴപ്പമില്ല, ആത്മാവിൽ നിറഞ്ഞില്ലേലും കുഴപ്പമില്ല, അന്യഭാഷ പറഞ്ഞില്ലേലും അത്രയും പോലും കുഴപ്പമില്ല. പക്ഷെ കേൾക്കുന്ന കാര്യം എന്താണെന്ന് ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ അതിനാമയം പറയാൻ പോകാവൂ. അപ്പൊ അതുകൊണ്ട് വേദപുസ്തക പഠനത്തിൽ ഈ ജിയോഗ്രഫിക്കൽ സ്റ്റഡി, ഭൂമിശാസ്ത്രപരമായ അറിവ് നമുക്കുണ്ടാകണം. മനസ്സിലായില്ലേ? കിഴക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ ഏത് രാജ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്? ഏതാണ് തെക്കേ രാജ്യം? ഏതാണ് വടക്കേ രാജ്യം? നമ്മൾ അറിയണ്ടേ? നിശ്ചയമായിട്ടും അറിയണം. മനസ്സിലാകുന്നോ? വടക്കേ രാജ്യം ഏതാണ്? തെക്കേ രാജ്യം ഏതാണ്? വടക്കേ രാജ്യം ഇസ്രായേലാണ്, തെക്കേ രാജ്യം യഹൂദയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കാരണം? എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പഴയ നിയമത്തിലെ പല ഭാഗങ്ങൾ വായിക്കുന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ജിയോഗ്രഫിക്കൽ സ്റ്റഡി വളരെ അത്യാവശ്യമാണ്. 2, ഗ്രാമാറ്റിക്കൽ സ്റ്റഡി, വ്യാകരണം തെറ്റാതെ. നിശ്ചയമായിട്ടും അങ്ങനത്തെ പഠനം നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ ഓർപ്പിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്, അത് ഉൾക്കൊണ്ട് വേണം നമ്മൾ വചന പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. കഴിഞ്ഞ ആഴ്ച എനിക്കത് തിങ്കളാഴ്ച അത് പറയാൻ സമയം കിട്ടിയില്ല, നമ്മുടെ സമയം പോയത് കൊണ്ട്. അതായത് എന്നോട് പലരും ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം ഞാനിപ്പോ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതായത് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ രംഗപ്രവേശനം ചെയ്യുന്ന യോഹന്നാൻ സ്നാപകൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമല്ല, ചരിത്ര പുരുഷൻ. കഥാപാത്രം എന്ന് പറയാൻ ശരിയായില്ലോ. പ്രസംഗം എന്ന് പറഞ്ഞാൽ തീപ്പൊരി പ്രസംഗം. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾ ഉപദേശിക്കുന്നത് ആര്? അതാണ് പറയാം. അതെന്തോ വിളിച്ചു, ഒരു മര്യാദയില്ലാതെ ആത്മീയന് ചേർന്ന പ്രയോഗമാണോ അതൊക്കെ? നമ്മൾ ഉടനെ ചിന്തിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, യോഹന്നാൻ അങ്ങനെ വിളിക്കാൻ കാരണം യോഹന്നാൻ ഒരു വീട്ടിൽ പോയി ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. മനസ്സിലായോ? ആരുടെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ കാര്യം കൃത്യമായിട്ട് പറയാം. സ്തോത്രം. UK വാത്സല്യ സഹോദരൻ അനു ജോയിൻ ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചോളം സർപ്പസന്ധികൾ എന്ന് വിളിക്കുന്നതിനകത്ത് ധൈര്യമായിട്ട് വിളിക്കാം. പുള്ളി ഒരു വീട്ടിലും പോയി ചായ പോലും കുടിച്ചില്ല. കാരണം പുള്ളിക്കാരന്റെ മെനു ആരുടെ വീട്ടിലും ഇല്ല. യോഹന്നാൻ സ്നാപകന്റെ ഫുഡ് എന്തായിരുന്നു? വെട്ടുക്കിളിയും തേനും, അല്ലേ? ഈ വെട്ടുക്കിളി നമുക്കറിയാം, ലോക്കസ്റ്റ്, അല്ലേ? യോഹന്നാൻ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ഈ വെട്ടിലിനെയും പിടിച്ചു നിന്ന് ഇടയ്ക്ക് പിന്നെ എന്റെ കയ്പ് മാറാൻ ശകലം തേനും കുടിച്ചാണ് അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ചത്, അല്ലേ? ആ വെട്ടിക്കിളിയോട് കാണിക്കുന്ന ശോഭകടക്കം പല സ്റ്റേജിലും കണ്ടിട്ട് നെഞ്ചത്തടിച്ച് കാറാൻ തോന്നിയിട്ടു. കാരണം വെട്ടുക്കിളിയിൽ കണ്ടിട്ട് പിന്നെ വെട്ടുക്കിളിയായിട്ടൊന്ന് പോവുക. ഏതെല്ലാം തരത്തിലുള്ള വെട്ടുക്കിളി, അത് ഇറങ്ങുന്ന സീസൺ, അത് വിള നശിപ്പിക്കുന്ന വെട്ടുക്കളുടെ സ്വഭാവം, ഇതെല്ലാം പിന്നെ പ്രസംഗ വിഷയം. ഇവിടാണ് നമ്മൾ ഈ ദൈവവചനത്തിന്റെ പശ്ചാത്തലം നമ്മൾ അറിയണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. യോഹന്നാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വെട്ടുക്കിളിയെ തിന്ന മനുഷ്യനല്ല. വെട്ടുക്കിളി എന്നുള്ള ഇംഗ്ലീഷിൽ ലോക്കസ്റ്റ് എന്ന് ഞാൻ സമ്മതിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ പ്രയോഗം വെട്ടുക്കിളി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അതെന്താണെന്നല്ലേ? പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഡിസ്കണക്ട് ആയി പോയോ? വീഡിയോ ഓഫ് ആയി പോയത്. ഓക്കെ, എന്നാ ഓക്കെ. ഇടയ്ക്ക് ഒന്ന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായി, സോറി. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. ശ്രദ്ധിച്ചേ, യോഹന്നാൻ കഴിച്ച വെട്ടുക്കിളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ പുല്ലിലിരിക്കുന്ന വെട്ടിലിനെ അല്ല, അല്ലെങ്കിൽ വിള നശിപ്പിക്കുന്ന വെട്ടിലും അല്ലെങ്കിൽ വെട്ടുക്കിളിയും അല്ല. അവിടെ തുടക്കത്തിൽ നമ്മുടെ ചർച്ചയിലൊക്കെ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ ഈ പരിഭാഷയെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെട്ട് പരിഭാഷപ്പെടുത്തി തന്നത് ഹൈന്ദവ സഹോദരന്മാരാണ്. അതാദ്യം നമ്മുടെ മനോമുഖത്ത് നിലകൊള്ളണം.
ചാത്തും മേനോനും വൈദ്യനാഥ അയ്യരും മോസസ് ഇസ്താർപതി എന്നറിയപ്പെടുന്ന യഹൂദൻ, ഇവര് 3 പേരോട് ചേർന്നാണ് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയത്. അതിൽ ചാത്തും മേനോനും വൈദ്യനാഥ അയ്യർക്കും ഇംഗ്ലീഷ് അറിയാം, ഹീബ്രു അറിയാം, ഗ്രീക്ക് അറിയാമെന്നുള്ളതല്ലാതെ അതിന്റെ മറ്റ അർത്ഥതലങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടല്ലോ. ഇപ്പൊ ലോക്കസ്റ്റ് എന്നത് കണ്ടപ്പോൾ വെട്ടുക്കിളി എന്ന് അവർ പരിഭാഷപ്പെടുത്തി വെച്ചു. എന്നാൽ യോഹന്നാൻ ഭക്ഷിച്ച വെട്ടുക്കിളി നാം മനസ്സിലാക്കിയിട്ടുള്ള വെട്ടുക്കിളി അല്ല. പിന്നെ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടുക്കിളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു ഫ്രൂട്ടാണ്. ഞാൻ ഇവിടെ പാസ്വേഡ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇപ്പൊ ഷെയർ ചെയ്ത് കാണിക്കും. യോഹന്നാൻ ഭക്ഷിച്ച ആ വെട്ടുക്കിളി എന്താണെന്ന് നിങ്ങളൊന്ന് കാണണം. കണ്ടോ, ഇതതിന്റെ ഉണങ്ങിയ ഫ്രൂട്ടാണ്. സെററ്റോണിയ സിലിക്കുവ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം, അല്ലെങ്കിൽ കാരോബ് ട്രീ, CROB എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കണേ, കാരോബ് ട്രീ. അപ്പൊ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ആ പടം നിങ്ങൾ നോക്കി എത്ര ക്ലിയർ ആണെന്ന്. അടുത്ത അതിന്റെ തുടർന്നുള്ള പടത്തിനകത്ത് താഴെ കൊടുത്തു ലോക്കസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഫ്രൂട്ടാണ് യോഹന്നാൻ കഴിച്ചത്. അതിന്റെ മറ്റൊരു പേരാണ് ലോക്കസ്റ്റ്. സ്പെല്ലിങ് കറക്റ്റാ. കണ്ടോ, ലോക്കസ്റ്റ് ബി എന്ന് കൊടുത്തിരിക്കുന്ന കണ്ടോ അതിന്റെ താഴെ. എല്ലാവരും കണ്ടോ? അത് കണ്ടോ എല്ലാവരും? ലോക്കസ്റ്റ് ബീൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ? യെസ്, അതൊരു ഫ്രൂട്ടാണ്. നല്ല എന്താ പറയാ, വൈറ്റമിൻസ് സമ്പുഷ്ടമായിട്ടുള്ള, ശരീരത്തിന് എനർജി നൽകുന്ന പ്രോട്ടീൻസ് ഉൾപ്പെട്ട് നിൽക്കുന്നത് കണ്ടോ. അതിമനോഹരമായ ഒരു ഫ്രൂട്ട്. അതിന് ഇംഗ്ലീഷിൽ വന്നപ്പോ അതിന്റെ പേര് ലോക്കസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലോക്കസ്റ്റ് എന്ന് കണ്ടാൽ വെട്ടുകളി അതുപോലെ തന്നെ അങ്ങ് പരിഭാഷപ്പെടുത്തി വെച്ചു. അത് ചാത്തുന്നതിനെയോ വൈദ്യുതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാണുന്ന ഫ്രൂട്ടാണ് യോഹന്നാൻ കഴിച്ചത്. കണ്ടോ, ഇതും തേനുമായിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ഒരു ആത്മിക ദൂതുകൂടെ പറഞ്ഞങ്ങ് പോകാം. ബിബ്ലിക്കൽ പേരന്റിങ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഈ ഭാഗം അതിനകത്തുണ്ട്. ബിബ്ലിക്കൽ പേരന്റിങ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ കഴിച്ച ഭക്ഷണം വെട്ടുക്കിളിയും തേനും. ഞാനൊരു ഭാഗം പറയട്ടെ, നമ്മുടെ സബ്ജക്റ്റിന് അകന്നു പോവുക, അല്ലെങ്കിൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. കുഞ്ഞുങ്ങളൊക്കെ അത് കേൾക്കുന്നുണ്ടല്ലോ, അവർക്കൂടെ ബാധിക്കാൻ വേണ്ടി പറയാം. യോഹന്നാന്റെ അപ്പന്റെ പേരെന്താണ്? സെക്കരിയാവ് ആണല്ലോ. സെക്കരിയാവിന്റെ ജോലി എന്താണ്? പുരോഹിതനാണ്. യെസ്, സെക്കരിയാവ് ആരാണ്? പുരോഹിതനാണ്. ദേവാലയത്തിലെ പുരോഹിതനാണ്. പുരോഹിതന്റെ ജോലി നന്നായി നമുക്കറിയാം. പ്രധാനമായും വഴിപാട് അർപ്പിക്കുക, യാഗം അർപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഹോമയാഗപീഠത്തിന് മേൽ യാഗം നടന്നിരിക്കണം. അത് ഇസ്രായേലിലെ ജനങ്ങൾ വഴിപാട് കൊണ്ടുവരും, യാഗമൃഗത്തെ കൊണ്ടുവരും, അതിനെ അറുത്ത് യാഗം കഴിക്കണം. ഇനി ആരും കൊണ്ടുവന്നില്ലെങ്കിൽ പുരോഹിതൻ തന്നെത്താൻ യാഗവസ്തുക്കൾ ഒരുക്കി യാഗം നടത്തണം. അതാണ് നിയമം. എന്റെ ഒരു ചോദ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. യോഹന്നാന്റെ വീട്ടിൽ, അഥവാ അപ്പനായ സെക്കരിയാവ് എന്ന പുരോഹിതന്റെ വീട്ടിൽ ഇറച്ചിക്ക് ഒരു പഞ്ഞവും ഇല്ല. കാരണം രാവിലെയും വൈകുന്നേരവും ആലയത്തിൽ വഴിപാട് നടത്തുമ്പോൾ ആ വഴിപാടിൽ ആടിനെയോ പശുക്കിടാവിനെയോ കാളക്കിടാവിനെയോ കോലാട്ടുകൊച്ചനെയോ ചെമ്മരിയാടിനെയോ ഒക്കെ അർപ്പിക്കുമ്പോൾ അതിന് നല്ലൊരു ഭാഗവും പുരോഹിതനുള്ളതാണ്. ശരിയാണോ? അതെ, പുരോഹിതൻ അവകാശപ്പെട്ടതാണ് ഈ വഴിപാടിന്റെ നല്ലൊരു ഭാഗവും. അപ്പൊ അങ്ങനാണെങ്കിൽ പുരോഹിതനായ സെക്കരിയാവിന്റെ വീട്ടിൽ 24 മണിക്കൂറും 365 ദിവസവും എന്തോ ഉണ്ട്, ഈ ഇറച്ചി ഇഷ്ടം പോലുണ്ട്. കറി വെച്ച് കൂട്ടാം, ഫ്രൈ ചെയ്ത് കൂട്ടാം, വറുത്ത് കൂട്ടാം, റോസ്റ്റ് ചെയ്ത് കൂട്ടാം, ചുട്ടുതില്ല. തിരിഞ്ഞാലും മറിഞ്ഞാലും ഇറച്ചിയുടെ മണമേ ഉള്ളൂ. ശരിയല്ലേ? 24 മണിക്കൂറും ഇറച്ചിയുടെ രൂക്ഷ ഗന്ധമുള്ള ആ കൂടാരത്തിനകത്ത് ഒരൊറ്റ പ്രാവശ്യം പോലും ഇറച്ചിയുടെ ടേസ്റ്റ് എന്തെന്നറിയാതെ
യോഹന്നാന്റെ ശുശ്രൂഷയിൽ തെരഞ്ഞെടുപ്പ് എന്തെന്നറിഞ്ഞ് യോഹന്നാനെ ആ മാതാപിതാക്കൾ വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ പിള്ളേര് കെഞ്ചിക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞതാ. ഇന്ന് മേടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇടിനാശവും വെള്ളപ്പൊക്കമായിരിക്കും. ദോശയും സാമ്പാറും കഴിക്കാൻ പറഞ്ഞ പിള്ളേർ കഴിക്കുവോ? ഇല്ല. സ്മൂത്തി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞാൽ ഉണ്ടാക്കിക്കോണം. ഇന്ന് വൈകിട്ട് പുറത്തു പോയാൽ കഴിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ തന്നെ. ശരിയല്ലേ? നമ്മുടെ പിള്ളേരുടെ രാവിലെ വൈകിട്ട് ഇറച്ചി കിട്ടുന്നില്ല. ഉണ്ടോ? ഇന്ന് ഇറച്ചി മേടിച്ചാൽ 2 ദിവസത്തേക്ക് കാണും, അത്രേ ഉള്ളൂ. യോഹന്നാന്റെ വീട്ടിൽ അങ്ങനല്ല. 365 ദിവസവും 24 മണിക്കൂറും ഇറച്ചിയുടെ രൂക്ഷ ഗന്ധം തളം കെട്ടി നിൽക്കുന്ന ഇടത്തും യോഹന്നാന്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് അറിഞ്ഞ്, തന്റെ ജനനം എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞ മാതാപിതാക്കൾ യോഹന്നാനെ ഇതിനൊരു അംശം പോലും കൊടുക്കാതെ വളർത്തിയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അതും കൂടെ പറയാതെ പോയാലൊക്കത്തില്ല. അതിനുവേണ്ടി ഞാൻ ഓർപ്പിച്ചത് മാത്രമേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യോഹന്നാൻ അവിടെ ഭക്ഷിച്ച ആഹാരം വെർട്ടിക്കലി എന്നുള്ളത് നമ്മൾ കാണുന്ന വീട്ടിലോ അല്ലെങ്കിൽ പച്ചിലകൾ നശിപ്പിക്കുന്ന വിളകൾ നശിപ്പിക്കുന്ന സൗദി അറേബ്യയിലൊക്കെ ധാരാളമായി കാണുന്ന വെർട്ടിക്കലി അല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. വെർട്ടിക്കലും എന്ന് പറഞ്ഞാൽ കാരക്ടറി ലോക്കസ്. അതുപോലെ തന്നെ ഞാനൊരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ട് എന്നോട് വന്ന ഒരു ചോദ്യത്തിന് മറുപടി കൂടെ ഞാൻ പറയും. രാജാക്കന്മാർ 2-ാം പുസ്തകം നിങ്ങൾ എടുത്ത് 6-ാം അധ്യായം, രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലെ ഒരു സംശയത്തിനുള്ള മറുപടി തന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. എടുത്തോ? 6-ാം അധ്യായം 8-ാമത്തെ വാക്യം എനിക്ക് തോന്നി, ഞാൻ നോക്കിയോട്ടെ. സോറി, അതിന്റെ ആ 6-ാം അധ്യായം 24-25 വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ? അതിനുശേഷം രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായം 24-25 വാക്യം. അതിനുശേഷം ആരാൻ രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമരിയെ വളഞ്ഞു. അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതൻ തലയ്ക്ക് 80 കാശും പ്രാകാഷ്ടത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതി 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 ശ്രദ്ധിച്ചേ. അരാം രാജാവ് ശമരിയ വളഞ്ഞു. ശമരിൽ വലിയ ക്ഷാമമുണ്ടായി. അന്നേരം അവരുടെ ഭക്ഷണം, ക്ഷാമം വന്നപ്പോ ഉള്ള ഫുഡിന് വില കൂടി. എന്താണ്? ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കമ്പ് പ്രാകാഷ്ടത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഒരു 1/4 കപ്പ് പ്രാകാഷ്ടത്തിന് 5 വെള്ളിക്കാശ്. പിന്നെ ക്ഷാമം വന്നാൽ കഴിക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ പിന്നെ പ്രാവിന്റെ കാഷ്ടം പേർക്ക് തിന്നാന്നുള്ള വേറെ എന്താ മാർഗം? വേദപുസ്തകം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ തെറ്റില്ലല്ലോ വേദപുസ്തകത്തിൽ, അല്ലേ? തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എഴുത്തുകാരൻ എന്താണ്? ഞാൻ ഹൗ ടു സ്റ്റഡി ദ ബൈബിളിന്റെ അകത്ത് വായിക്കുന്ന രീതി പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ചു. എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് അറിയാൻ നമുക്ക് റിസർച്ച് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ശമര ക്ഷാമം മൂത്തപ്പോൾ ഞാൻ കേട്ട കാര്യം പറഞ്ഞ്, ശമരുള്ള പ്രാവിന്റെ കാഷ്ടം വരെ വാരി തിന്ന സ്ഥിതി ഉണ്ടായി. മകനെ, നിനക്കും അത് ഉണ്ടാകും എന്നൊക്കെ പ്രസംഗിക്കരുത്. ഒന്നുകൂടെ അവിടെ ആ പ്രാകാഷ്ടം എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ഡൗസ് ഡങ് എന്നാണ്. ഡൗസ് ഡങ്, ഡവ് എന്ന് പറഞ്ഞാൽ പ്രാവ്, ഡങ് എന്ന് പറഞ്ഞാൽ കാഷ്ടം അല്ലെങ്കിൽ ചാണകം എന്നാണല്ലോ. ഡൗസ് ഡങ് എന്ന് പറഞ്ഞാൽ
പ്രാകാഷ്ടം കറക്റ്റാ. സംഭവം എന്താണെന്നറിയാമോ? പലസ്തീൻ നാടിലും ഇസ്രയേലിലും ഒക്കെ ഉള്ള മുമ്പേ പറഞ്ഞതുപോലെ ഒരു ചെടിയുടെ പൂവും പഴം കൂടെ ഒരുമിച്ച, അത് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാണല്ലോ ആ പൂവിന്റെ നിറം വെള്ളയാ. അപ്പൊ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അത് ആ പൂവിന്റെ ഷേപ്പും നിറവും എല്ലാം കൂടെ കണ്ടാൽ ഈ നമ്മുടെ കിവിടുകളിൽ പ്രാവ് സൈലകന്റെ മുതൽ കാറ്റിച്ചാൽ അത് ഏത് രൂപത്തിലിരിക്കും, അതിന്റെ നിറവും തെറിച്ചതും ഒക്കെ അതേ രൂപത്തിലാണ് ഈ പൂവിന്റെ നിറവും കായും. അതുകൊണ്ടാണ് അതിന്റെ ഡൗസ്ഡാങ് എന്ന് പേരായ. ഡൗസ്ഡാങ് അത് വേദോസിന്റെ പരിഭാഷ നിർവഹിച്ച ചാത്തുമേനു വൈനാഥ് അയ്യർക്കും ഡൗസ്ഡാങ് എന്ന് പറഞ്ഞാൽ പ്രാവിന്റെ കാട്ടം നല്ല വേറൊന്നും അറിയത്തില്ല. അവർ ഡൗസ്ഡാങ് അങ്ങനെ തന്നെ എഴുതി. കണ്ടോ? ഡൗസ്ഡാങ് കണ്ടപ്പോൾ അത് എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മൾ ആരും മനസ്സ് വെച്ചില്ല. അല്ലെങ്കിൽ നമുക്ക് മുമ്പേ സഞ്ചരിച്ച ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്ന ആളുകളും എന്ത് ചെയ്തില്ല, അത് അന്വേഷിച്ച് കണ്ടെത്തിയതില്ല. ശരിയേത് തെറ്റതെന്ന് അറിയാൻ ഒരു ശ്രമം നടത്തിയുമില്ല. അതുകൊണ്ടാണ് ക്ഷാമം വന്നപ്പോൾ ശമര്യരുള്ളവർ പ്രാവിന്റെ കാഷ്ടം ഭക്ഷിച്ചതുപോലെ ദൈവം നിന്നേക്ക് വിലക്കേർപ്പെടുത്തിയാൽ പ്രാവിന്റെ കാഷ്ടം പെറുക്കത്തിന്റെ ഗതികേട് നിനക്ക് വരും മകനെ. അതുകൊണ്ട് ഈ നാളുകളിൽ മടങ്ങി വന്ന യഥാസ്ഥാനപ്പെടും എന്നൊക്കെ പറഞ്ഞ് മേശ 2 അടി അടിച്ചാൽ നമ്മളും പ്രവാചകനായി മാറും. സ്തോത്രം. വേദപുസ്തകം എവിടെ കിടക്കുന്നു, നമ്മൾ ഗ്രഹിച്ചു വെച്ചത് എവിടെ ഇരിക്കും. അതുകൊണ്ട് പ്രാകാഷ്ടം എന്നുള്ളത് ദയവായി മനസ്സിലാക്കുക. പ്രാവിന്റെ കാഷ്ടമല്ല, മറിച്ച് അത് മുമ്പേ പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ചെടിയുടെ പൂവും വളരെ എന്താ പറയാ മധുരമുള്ളതുമായ ഈറ്റബിൾ ഐറ്റം ആണെന്നുള്ള കാര്യം മറക്കരുത്. പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്ന ഇതെല്ലാം വരുന്ന കുഴപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഈ വേദപുസ്തകത്തിന്റെ എഴുത്തുകാർ, ശൈലി, പ്രയോഗങ്ങളൊന്നും നമ്മുടെ കൊച്ചു കേരളവുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ രീതിയുമായി ബന്ധപ്പെട്ടതല്ല. അതെല്ലാം പലസ്തീൻ നാടും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രീതികളും കാര്യങ്ങളും ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാര്യവും നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരിക്കലും വ്യാഖ്യാനിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. മറിച്ച് അവരുടെ രീതിയിലേക്കും സംസ്കാരത്തിലേക്കും നാം അങ്ങോട്ട് ചെന്നിറങ്ങി ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതിനകത്ത് നിങ്ങൾ നാളെ എല്ലാവരും കയറി ഇസ്രായേലിലേക്കൊന്നും പോകുകയും ചെയ്തേക്കരുത്. അവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, പയ്യാവലൊന്നും ഉണ്ടാക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ തിരുവഴുത്തൊക്കെ നമ്മുടെ കൈ കിട്ടിയപ്പോൾ അടി വെച്ചുകൊണ്ടൊരു അല്പം അന്വേഷണത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പഠനത്തിലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പഠനവും ഗ്രാമാറ്റിക്കൽ പഠനവും ജിയോഗ്രഫിക്കൽ സ്റ്റഡിയും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു കാരണവശാലും നഷ്ടമാക്കി കളയരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. നിങ്ങൾ കാര്യങ്ങൾ ഏറെക്കുറെ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു. പ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പലതും നമ്മള് വേദപുസ്തകം അർത്ഥമാക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണ് അവിടെ പഠനം പോകുന്നത്. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം, എന്നിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരുപാട് ഈ പുസ്തകത്തിൽ നേരിട്ട് വായിച്ചു അതേപടി നമ്മൾ പകർത്തുമ്പോൾ ഞാൻ ഏതായാലും ഓങ്ങിയതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. സമയം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അങ്ങ് പറയാം. കർത്താവ് തന്നെ പറഞ്ഞു, എന്താ പറയാ, നീതിമാൻ സ്വർഗരാജ്യത്ത് കടക്കുന്ന കാര്യം പറഞ്ഞപ്പോ പറയാം, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് എളുപ്പം അല്ലേ? ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം ഒരു സൂചിയുടെ കുഴയിൽ കൂടെ കടക്കുന്നതാണ് എളുപ്പം. ഞാനൊരു കാര്യം ആദ്യമേ പറയാം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ വ്യക്തിയെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പറഞ്ഞ വ്യക്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ക്ലിയർ ആണല്ലോ? നമ്മുടെ കർത്താവ് ഒരിക്കലും പാഴ്വാക്കുകൾ പറയാറില്ല. 2, ഒരു കാരണവശാലും ഒരു കാര്യത്തെയും എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്ന രീതിയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും
ശകലയുള്ളിലും പറഞ്ഞു ഫലിപ്പിച്ചു വരുമ്പോഴത്തേക്കല്ലേ ഉയ്യോ ആ ദേശം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ആകെ 10-30 പേരെ ഊരുള്ളൂ അല്ലേ? പിന്നെ നിമിഷ നേരം കൊണ്ട് ആ ദേശം മുഴുവൻ അവിടെ കൂടിയില്ലേ? ഏത് ദേശം മുഴുവൻ? അങ്ങനെ പറയാൻ നമുക്കറിയാം. നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്ത് ഏത് കാര്യവും പറയാറുള്ളൂ, ശരിയല്ലേ? ആ, എന്നാൽ കർത്താവ് അങ്ങനെ ഒരു കാര്യം എക്സാഗ്രേറ്റ് ചെയ്ത് പറയാറില്ല. 2, ഒരു വാക്കും പാഴായിട്ട് ഉപയോഗിക്കാറില്ല. 3, അർത്ഥശൂന്യമായ ഒരൊറ്റ വാക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടില്ല. ലിസൺ മീ കെയർഫുള്ളി. നമ്മൾ ചുമ്മാ ലോകത്തിൽ നിന്ന് വർത്താനം പറഞ്ഞത് പോലെ ഒരു കാരണവശാലും അർത്ഥശൂന്യമായ ഒരു കാര്യവും നമ്മുടെ കർത്താവ് പറയാറില്ല. അപ്പൊ പിന്നെ ഈ ധനവാൻ ദൈവരാജ്യത്ത് നടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴപ്പടെ പോകുന്നതാണ് എളുപ്പമെന്ന് പറയുമ്പോൾ കർത്താവ് അത്ര അങ്ങ് കയറ്റി പറയാവോ? ന്യായമായൊരു സംശയം തോന്നുകയല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. കർത്താവ് അവിടെ ഒട്ടകത്തെക്കുറിച്ചും പറഞ്ഞില്ല, മറ്റു കാര്യങ്ങളും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഈ ഒട്ടകം ഇതിനകത്ത് വന്നത് പറയാം. ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എന്നെ ആരേലും വഴിയിട്ട് തല്ലിക്കൊല്ലാതിരുന്നാൽ മതി, വേറെ ആരുമല്ല, ഉപദേശിമാരും. കാരണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ എഴുത്ത് എബ്രായ ഭാഷയിലാണെന്ന് പറഞ്ഞാൽ തിയോളജിയന്മാരാരും അംഗീകരിക്കില്ല. ഞാൻ നമ്മുടെ ക്ലാസ്സിനകത്തുകൊണ്ട് ഞാൻ ഇതിനോട് പലരും പറയാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഉറക്കണം, ഇത് സംഭവിച്ച സ്ഥലങ്ങൾ, അവർ സംസാര ഭാഷ ഉപയോഗിച്ച രീതിയെല്ലാം ക്ലാസിക്കൽ ഹീബ്രു ഭാഷയിലാണ്. അവിടെ കർത്താവ് ഉപയോഗിച്ച ഒരു ശൈലി ഞാൻ ഇവിടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഇത് പിടികിട്ടും എന്താണെന്നുള്ളത്. കർത്താവ് ഇത് ആരോടാണ് പറഞ്ഞത്? തന്റെ ശിഷ്യന്മാരോടാ പറഞ്ഞല്ലേ? ആണല്ലോ, ശിഷ്യന്മാരോടല്ലേ ഈ കാര്യം പറഞ്ഞേ? ഓക്കെ. രണ്ടാമത്തെ അടുത്ത് എന്റെ ചോദ്യം, ഈ ശിഷ്യന്മാരുടെയൊക്കെ ജോലി എന്തായിരുന്നു? മീൻപിടുത്തം ആയിരുന്നല്ലോ. ഓക്കെ. ചൂണ്ടിട്ട് മീൻ പിടിക്കുകയായിരുന്നോ അതോ പടകിൽ പോയി മീൻ പിടിക്കുകയാണോ? പടകില ആണല്ലോ. ഓക്കെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഞാൻ മുമ്പേ ഓർപ്പിച്ചു, നമ്മുടെ കർത്താവ് ഒരു വാക്കും പാഴായിട്ട് പറയുകയില്ല. 2, എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയില്ല. 3, അർത്ഥശൂന്യമായ ഒരു പ്രയോഗം കർത്താവ് ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ചിട്ടുമില്ല, ഇതൊട്ട് ഉപയോഗിക്കത്തുമില്ല. അടുത്തത്, ശിഷ്യന്മാരോടാണ് സംസാരിച്ചത്. ഓക്കെ. അവരുടെ ജോലി എന്തായിരുന്നു? മീൻപിടുത്തമാണ്. എങ്ങനെ മീൻ പിടിക്കുന്നു? പടകിൽ പോയി മീൻ പിടിക്കുന്നു. അവിടെ നിൽക്കണം. ഇനി ഞാൻ വരുന്നു. കർത്താവ് പറഞ്ഞത് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൂടെ കടക്കുന്ന എളുപ്പമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. അത് നിങ്ങൾ ആരും തിരുത്തൊന്നും ചെയ്താൽ പേപ്പർ കീറിക്കളയോ പേനാവോട് തിരിച്ചെഴുതും ഒന്നും ചെയ്താൽ അത് തന്നെ കടന്നോട്ടെ, അല്ലേ? നമുക്ക് തിരുത്താൻ അവകാശമൊന്നുമില്ല. കാരണം നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്ന എല്ലാ രീതിയിലാണല്ലോ. കർത്താവ് ക്രൂശിക്കണമെന്ന് പറഞ്ഞു, ഏലി ഏലി ലമ്മ ശബക്താനി, അല്ലേ? അത് ഒറിജിനൽ എങ്ങനെയാ? ഏലി ഏലി ലമ്മ അസബ് ഖാനി എന്നാ. അത് നമ്മള് കർത്താവിന്റെ ജീവിതം പഠിച്ചു വരുമ്പോൾ അന്നേരം പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ കാരണം ഒരുപാട് കാര്യം പോലെ ഉണ്ടെന്ന് ഓർപ്പിക്കാണ് ഞാൻ പറഞ്ഞത് മാത്രമേ. ഇവിടെ കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഒട്ടകം സൂചിക്കുഴൽ കടക്കുന്ന എളുപ്പം എന്നല്ല. അവിടെ ഉപയോഗിച്ച പദമാണ് പരിഭാഷകരെ കൺഫ്യൂഷൻ ആക്കിയത്. ശ്രദ്ധിക്കണേ, എബ്രായ ഭാഷയിലെ 2 പദങ്ങൾ, ഒന്ന് ഗമൽ എന്നും 2 ഗമാൽ എന്നും 2 പദം. ഒന്നുകൂടെ പറയാം, ഗമൽ എന്നും ഗമാൽ എന്നും 2 പദം. ഗമൽ എന്ന എബ്രായ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്യാമൽ എന്ന പദം ഉണ്ടായത്. ക്യാമൽ, ക്യാമലിന്റെ അർത്ഥം എന്താ? ഒട്ടകം, ശരിയല്ലേ? എബ്രായ ഭാഷയിലെ ഗമൽ എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്യാമൽ എന്ന പദം ഉണ്ടായത്. കർത്താവ് ഉപയോഗിച്ചത് ഗമാൽ, മെൽ അല്ല മാൽ ആണ്. ഗമാൽ, ഗമാൽ എന്ന വാക്കിന്റെ അർത്ഥം ഇനി ശ്രദ്ധിക്കണം. ഗമാൽ എന്ന വാക്കിന്റെ അർത്ഥം ഒട്ടകമെന്നല്ല,
മറിച്ച് മീൻ പിടിക്കാനായിട്ട് പടകിപ്പോകുന്ന തന്റെ ശിഷ്യന്മാർ. ഇന്നത്തെ പോലെ യന്ത്രബോട്ടൊന്നും അല്ലല്ലോ അന്ന്. പായ വലിച്ചു കെട്ടി കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ചാണ് അവർ യാത്ര ചെയ്തത്. ശരിയല്ലേ? മനസ്സിലായല്ലോ? ആ പായ വലിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന വണ്ണമുള്ള കയറിനാണ് ഗമാൽ എന്ന പദം ഉപയോഗിക്കുന്നത്. ഗമാൽ. മനസ്സിലായോ? അപ്പോൾ പായ വലിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന കയറാണ് ഗമാൽ. കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒരു സഹോദരങ്ങളെ നിങ്ങളുടെ കാര്യത്തിന് കയറ് സൂചിക്കാത്തത് കയറുന്ന എളുപ്പം എന്നാ പറഞ്ഞത്. മനസ്സിലായോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഏതായാലും ഇതിങ്ങനെ ലോട്ടറിക്കാർ പറയുമ്പോൾ പറയുക. ഹാരിൻ ബ്രദറിന്റെ ഭാഗത്തുനിന്ന് കൈ പൊക്കുന്ന കണ്ടു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നിന്റെ കൂടെ കൈ പൊക്കി കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. മനസ്സിലായോ? അപ്പോൾ കർത്താവ് പറഞ്ഞത് ഈ നിങ്ങൾ പായ വലിച്ചു കെട്ടാൻ എടുക്കുന്ന കയറില്ലേ, അത് സൂചിക്കാത്തൂടെ കയറാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. എന്നാലും ധനവാൻ പോവുകയല്ലെന്നായി പറഞ്ഞു. ഗമാൽ എന്നുള്ളത് നിർഭാഗ്യവശാൽ ഗമൽ എന്ന എബ്രായ പദത്തിന്റെ ഇംഗ്ലീഷാക്കി ക്യാമൽ എന്ന് പരിഭാഷപ്പെടുത്തുന്ന നിമിത്തം മലയാളത്തിലേക്ക് വന്നപ്പോൾ അത് ഒട്ടകമായിട്ട് മാറി. അതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ഉപദേശിമാർക്ക് ഇന്റർനാഷണൽ ഒരു പ്രസംഗം കിട്ടി. ഒട്ടകം മരുഭൂമിയിലെ കപ്പലാണ്. പിന്നെ ഒട്ടകത്തിന്റെ സവിശേഷതകളായി റിബേക്കയെ കൊണ്ടുവന്നത് ഒട്ടകപ്പുറത്താണ് എന്ന് വേണ്ട. പിന്നെ ഒട്ടകത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ പ്രസംഗങ്ങളാണ്. ഒട്ടകത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പരിശുദ്ധാത്മാവെന്ന ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചതും എഴുതിയതും ഇതൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. കണ്ടോ? അപ്പോൾ എഴുതിയ പദപ്രയോഗങ്ങളുടെ അർത്ഥം കിട്ടാതെയും കോണ്ടെക്സ്റ്റ് അറിയാതെയും നമ്മൾ വ്യാഖ്യാന തലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ പ്രസംഗത്തിലും പഠിപ്പിക്കലിനകത്തൊക്കെ വന്നു കയറാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ളൊരു പഠനമല്ല നമുക്ക്. നമ്മള് ബേത്തൽഹേം ചുമ്മാവും തൊലിവിടുന്ന വിഷയത്തിലേക്ക് വരിക. ഞാന് ഒരു കാരണവശാലും ധൃതി പിടിച്ച് ഈ ക്ലാസ് കൊണ്ടുപോകത്തില്ല, വളരെ ശാന്തമായിട്ട് കൊണ്ടുപോകുള്ളൂ. എന്ന് തീരുമെന്ന് എനിക്കറിയത്തില്ല. ചെല്ലുന്നോടം തീയോട്ട് ഞാനങ്ങ് പോവുക. കാരണം കുറച്ചേ നമ്മൾ പഠിക്കുന്നുള്ളില്ല. അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പഠിക്കണം എന്നുള്ള ചിന്താഗതി എനിക്കുള്ളത് കൊണ്ടും. അല്ലാതെ എനിക്കിതെല്ലാം അറിയാവുന്നത് കാണിക്കാൻ വേണ്ടി എല്ലാം സ്പീഡിൽ പറഞ്ഞ് എനിക്കും മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കും മനസ്സിലാകാത്ത പോകാൻ ഒരു താല്പര്യവുമില്ല. വളരെ താല്പര്യത്തോടെ ആവേശത്തോടെ നിങ്ങളുടെ പണികളെല്ലാം ഒന്ന് ഒതുക്കി സന്ധ്യയ്ക്ക് വളരെ ആവേശത്തോടെ നിങ്ങൾ ദൈവവചനം പഠിക്കാനിരിക്കുമ്പോൾ വചനത്തിന്റെ തനതായ ശൈലി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വേദപുസ്തകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അതിന്റെ പൊരുൾ തിരിച്ചു തരിക എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ചിന്തകൾ പറയുന്നതല്ല. നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ കന്മഷം പ്രാസംഗികരും വാക്യം വായിച്ച ഉടനെ പറയും, കഴിഞ്ഞ പകലിൽ ഞാൻ ദൈവവചനത്തിന്റെ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ എനിക്കെന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ചിന്തകൾ ഒരുപാടുണ്ടെങ്കിൽ നല്ലതാ, പക്ഷെ അത് ഇവിടെ ഇറക്കരുത്. ദൈവവചന ശുശ്രൂഷ ചിന്തകൾ പറയാനായിട്ടുള്ളതല്ല, വചനത്തിന്റെ പൊരുൾ തിരിക്കാനുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അപ്പച്ചന്മാരും പിതാക്കന്മാരും ഒക്കെ അങ്ങനെയാണ്. അവരാരും ചിന്ത പറയാറില്ലായിരുന്നോ? വചനവും വായിച്ച് ടിജിയുമച്ചനെ പോലുള്ള ആളുകളൊക്കെ പൊരുൾ തിരിക്കുക ചെയ്തിട്ടുള്ളത്. അവരാരും അതിന്റെ ചിന്തകൾ പറയാൻ പോയിട്ടില്ല. എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, പരിശുദ്ധാത്മാവ് തന്നാന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് മനസ്സാവാതെ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ചുമ്മാ പറയാം പരിശുദ്ധാത്മാവ് തന്നതാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ തരത്തില്ലല്ലോ. തരേണ്ട ഒറിജിനൽ സോൾ ആയിട്ടുള്ള സാധനം ഇപ്പുറത്ത് കിടക്കുന്നു, പിന്നെ അതിനകത്ത് വേറെ കൊണ്ട് തന്നെന്ന് പറഞ്ഞ് എങ്ങനെ നോക്കും? ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ മീറ്റിങ്ങും കാര്യമൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരുന്നത്. ഞാൻ ഒന്നും കൂടെ വീട്ടിനകത്ത് 4 കഥ അടച്ചിരുന്നോളാം, എന്നാലും ആവശ്യമില്ല തടപാടിന് ഞാൻ പോകത്തുമില്ല, ഞാൻ പോകാറുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. വചനത്തിലേക്ക് മടങ്ങി വന്ന് വചനത്തിൽ ഉറയ്ക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
നമ്മുടെ സമയം വളരെയധികം മുന്നോട്ട് നീങ്ങി. എങ്കിലും നമ്മുടെ ക്ലാസ്സിന്റെ ട്രാക്കിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മള് പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്. പഴയ നിയമത്തിന്റെ ചില ചിന്തകൾ അടക്കി കയറി വരുന്നുണ്ടെങ്കിലും പഠന ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിലും, ഞാനിപ്പോ ചിന്ത എന്ന് പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ എല്ലാ സംശയം തോന്നും. പഠനം വരുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മുടെ സബ്ജക്റ്റ് പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ഈ വിഷയം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ബേത്ലഹേം ടു മൗണ്ട് ഒലിവ് എന്ന ആ വിഷയം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ ഒരുമരുന്നുള്ള സ്വർഗാരോഹണം വരെ നമുക്ക് കർത്താവിനോടൊപ്പം പോകണം. ജനനം മുതൽ പോകണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ ഉദരത്തിൽ പേറിയിരിക്കുന്ന മറിയുടെയും യോസഫിന്റെയും കൂട്ടത്തിൽ പോകണം. എന്നാലേ ജനനം മുതൽക്ക് കാണാനുള്ളൂ. ജനിച്ച സ്ഥലം അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എവിടാ ജനിച്ചത്? പശുത്തൊഴുത്തിലാണോ, അതോ സത്രത്തിലാണോ, വഴിയമ്പലത്തിലാണോ, എവിടാണ് യേശുക്രിസ്തുവിന്റെ ജനനം നടന്നത് നമുക്കറിയണ്ടേ? അപ്പൊ ജനനം മുതൽ കൂടെ സഞ്ചരിച്ചിട്ട് കർത്താവ് ഏതെല്ലാം വഴിയിലൂടെ പോകുന്നു, നമുക്കും ആ കൂട്ടത്തിൽ പോകണം. കർത്താവ് എവിടൊക്കെ നിൽക്കുന്നോ അവിടൊക്കെ നിന്ന് നമുക്ക് സൂക്ഷ്മ പരിശോധന നടത്തണം. കർത്താവ് ആരോടൊക്കെ സംസാരിക്കുന്നു നമുക്കത് നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെ ചെയ്യുന്നു നമുക്കത് നോക്കി കാണണം. ആരോടൊക്കെ ഇടപെടുന്നു, ഏത് തരത്തിലുള്ള ആളുകളാണ്, നമുക്കത് സസൂക്ഷ്മം വിലയിരുത്തണം. പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ട് ആ പ്രയോഗം നടത്തി, എന്തുകൊണ്ട് ആ ശൈലി ഉപയോഗിച്ചു, അല്ലേ? ആ കുറുക്കനോട് ചെന്ന് ഇന്നും നാളെ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന പറയാൻ പറഞ്ഞു. എന്താണ് കുറുക്കനെ വിളിക്കാൻ കാരണം? അദ്ദേഹത്തെ ആക്ഷേപിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ? നമുക്കറിയണ്ടേ? വേണം. അപ്പൊ അത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു തരം താന്ന ശൈലി ഉപയോഗിച്ചതാണോ? ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ഒരുമല സ്വർഗാരോഹണം വരെ കർത്താവിന്റെ കൂടെ ഒന്ന് സഞ്ചരിച്ചാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു തരുന്ന 4 സുവിശേഷങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അത് കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു, ലൂക്കോസിന്റെ എഴുത്തുകൾ അതിപ്രാധാന്യം അർഹിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവര് എഴുതിയപ്പോഴാരും മത്തായി എഴുതിയപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം എന്ന് എഴുതിയിട്ടാണോ എഴുതിയത്? അല്ല, എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും മത്തായി സുവിശേഷം എഴുതാൻ നേരത്ത് അത് സുവിശേഷം എന്നുള്ള ആശയത്തിലല്ല അവർ എഴുതിയത്. ഈ എഴുത്തുകളൊക്കെ തന്നെ നടക്കുന്നത് പ്രത്യേകിച്ച് ലൂക്കോസ് എഴുത തന്റെ യജമാനനായ പോൾ ദി അപ്പോസ്റ്റലായ പൗലൂസിന് നേരെ വന്ന ചില ചോദ്യങ്ങൾക്കും താനിപ്പോൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി യജമാനനായ പൗലോസിനു വേണ്ടി താൻ തയ്യാറാക്കിയ ചില രേഖകളാണ് വാസ്തവത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം. മനസ്സിലാകുന്നുണ്ടോ? എഴുത്തിന്റെ ഉദ്ദേശമൊക്കെ 1ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാനതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞല്ല, കണ്ട് തെറ്റിദ്ധരിക്കരുത്. ആ എഴുത്ത് നടത്തുമ്പോൾ ലൂക്കോസ് ഒരിക്കലും ഒരു മൈന്യൂട്ടായ കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയല്ല. എന്നാൽ ലൂക്കോസ് പോലും വിട്ടുകളഞ്ഞ ഏറ്റവും മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പോലും എഴുതിയിരിക്കുന്ന പുസ്തകം ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മൾ ഈ 4 സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എന്താ 4 സുവിശേഷം എന്തിനാണ്? 4 പെർസ്പെക്റ്റീവിലും 4 വീക്ഷണഗതിയിലും 4 ദിശയിലും നിന്നുകൊണ്ടുള്ള സുവിശേഷത്തിന്റെ വീക്ഷണമാണ്. അത്രമാത്രം ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. 4 പെർസ്പെക്റ്റീവ്, 4 വീക്ഷണഗതിയിലാണ് 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ കയറുമ്പോൾ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഓരോ പുസ്തകത്തിന്റെയും ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ റീസൺ എന്താണെന്ന് അറിയണം. മനസ്സിലാവുന്നുണ്ടോ? ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞേ മുന്നോട്ട് പോകാൻ പാടും.
ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, വേദപുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവ്, വേദശാസ്ത്രത്തിന്റെ എഴുത്തുകാരൻ മനുഷ്യനും. മനസ്സിലായോ? നമ്മൾ വേദശാസ്ത്രം ഇവിടെ പഠിക്കുന്നില്ല, വേദപുസ്തകമാണ് പഠിക്കുന്നത്. എന്നെ പലരും നോട്ടിടാൻ കാര്യം ഇതൊക്കെ. നിങ്ങൾക്കറിയാമോ, ബൈബിൾ പഠിപ്പിക്കാത്ത ഏക സ്ഥലം ബൈബിൾ കോളേജാണ്. നിങ്ങൾക്കറിയാമോ കാര്യം? സോദർ, ബൈബിൾ പഠിപ്പിക്കാത്ത ഏക ഇടം ബൈബിൾ കോളേജാണ്. സംശയം ഉണ്ടെങ്കിൽ പോയിട്ടുള്ളവർ ചോദിക്കും. നിങ്ങൾ പറയും റോമാലേഖനമൊക്കെ, പോളിൻ തിയോളജി, പൗലൂസിന്റെ വേദശാസ്ത്രം ഒക്കെ ഇല്ലേ? യെസ്. നമുക്ക് വേദശാസ്ത്രം വേണ്ട, വിശുദ്ധ തിരുവെഴുത്ത് അഥവാ വേദ പുസ്തകം. അത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മള് വേദശാസ്ത്രം അതുകൊണ്ട് പഠിക്കുന്നില്ല, വേദപുസ്തകമേ പഠിക്കുന്നുള്ളൂ. ഇടക്കാലം കൊണ്ട് വന്നു കയറിയതാണ് ഈ വേദശാസ്ത്രങ്ങൾ. പോട്ടെ, നമുക്ക് ഇതിനോട് വരുമ്പോൾ അതിന് നമുക്ക് വേറൊരു സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. സൈനൈറ്റ് ടു അലക്സാൻഡ്രിയ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട് നിർബന്ധമായി. അയ്യോ, അതിനകത്താണ് സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹമാണ് ഈ തിയോളജിയുടെ സ്റ്റാർട്ടിങ്. അദ്ദേഹത്തിന് എങ്ങനെ ഈ സെന്റ് അഗസ്റ്റിന്റെ പേരൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അത്രയും കാട്ടിക്കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ അതങ്ങനെ അദ്ദേഹം സെയിന്റ് ആകുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പോട്ടെ, അവൾ പുറകോട്ട് ഇറങ്ങണ്ട, മുന്നോട്ട് നീങ്ങാം. ഞാൻ പറഞ്ഞത് 4 സുവിശേഷങ്ങളും 4 വീക്ഷണഗതിയിൽ, 4 പെർസ്പെക്റ്റീവിൽ, 4 ഡയമെൻഷനിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് തന്റെ യജമാനനായ പൗലോസിനെ കുറച്ച് കാര്യങ്ങൾ ശേഖരിച്ച് കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട്. പിന്നീടാണ് അതിന്റെ മേലിലൊക്കെ ലൂക്കോസ് എന്ന സുവിശേഷം എന്ന എഴുത്ത് വന്നിട്ടുള്ളത്. അവ എഴുതുമ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഈ 4 സുവിശേഷങ്ങളും ഒരൊറ്റ പുസ്തകമായി നമ്മൾ കണക്കാക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 സുവിശേഷങ്ങളും നമ്മൾ ഒന്നായിട്ട് എടുക്കണം. നമുക്കറിയാം, ഓരോ സുവിശേഷത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഈ 3 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ബൈബിളിലൊക്കെ സിനാപ്റ്റിക് ഗോസ്പൽസ് എന്ന പേര് പഠിപ്പിക്കാറുണ്ട്. സമവീക്ഷണ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെയുള്ളത്. അതിന് വ്യത്യസ്തമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം, അല്ലേ? അതിന്റെ കാരണം, മറ്റ് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മറ്റു സുവിശേഷങ്ങളിലുമില്ല. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം? യെസ്. അതിൽ വചനമുണ്ടാകുക, വചനം ദൈവത്തോടുള്ള, വചനം ദൈവമായിരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം മാത്രമേ അതുള്ളൂ. 2-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം, ഗലീലെ കാനാൽ 3-ാം നാൾ ഒരു കല്യാണം ഉണ്ടായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നിക്കോദീമോസ് തമ്മിൽ സംഭാഷണം. യോഹന്നാന്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ. 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശമരിയ സ്ത്രീ തമ്മിലുള്ള സംഭാഷണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 5-ാം അധ്യായത്തിൽ 38 വർഷമായി കുളക്കര കിടന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങാൻ ജീവന്റെ അപ്പം ഞാനാകുന്നു, എന്നെ പോലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 7-ാം അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്താൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരുടെ അടുക്കത്ത് കുടിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ 21 അധ്യായം നോക്കി കണ്ടോ? 21 അധ്യായത്തിലും എൻറ്റയർ ഡിഫറെന്റ് ആയുള്ള സബ്ജക്റ്റുകളാണ് യോഹന്നാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ ലാസറിന്റെ മരണം, ഉയർപ്പ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറെ എല്ലായിടത്തും കാണുന്നുണ്ടോ? ഇല്ല. അങ്ങനെ മൊത്തം നോക്കിക്കോ. 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, മഹാപുരുത പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ. മറ്റാരും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. ആ 21 അധ്യായത്തിലും സബ്ജക്റ്റ് മറ്റു സുവിശേഷങ്ങളിൽ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്ന് കരുതി വ്യത്യസ്തമായി കാണാതെ ഈ 4 സുവിശേഷത്തെയും ഒന്നായി കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് പ്രവേശിക്കേണ്ടത്. ഞാൻ ഇതിന്റെ മുഖവര മാത്രം ഇപ്പൊ പറയുന്നത്, പതുക്കെ ഞാൻ വിഷയത്തിലേക്ക് വരില്ല. അങ്ങനെ വന്നാലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് കാര്യം എനിക്ക് ഇത് പറയാനുണ്ട്.
എന്നാല് നിങ്ങൾക്ക് ഇതിന്റെ ഈ പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം. ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മേലോട്ട് കെട്ടിപ്പണിത് പോലെ എളുപ്പമുണ്ട്. ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളൊരു ശകലം ശ്രമകരമായ ജോലിയാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ 2-3 ദിവസങ്ങളായിട്ട് ചെയ്തതും അത് തന്നെ. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണം എനിക്ക് പതുക്കെ ഓരോ കട്ടപ്പെറുക്കി വെച്ച് പണിത് പോകാൻ. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ പണിത് പോലെ എളുപ്പം എന്നുള്ളതും നിനക്ക് അറിയാമല്ലോ അല്ലേ? ഓക്കെ, അതുകൊണ്ട് അല്പം ബോർ അടിപ്പിച്ചാലും നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മുന്നോട്ട് നീങ്ങുന്നു. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുന്നു. ഈ 4 സുവിശേഷങ്ങളെ ഒന്നായി കണക്കാക്കിയിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ നന്നായിരിക്കും. ഇതിന്റെ ഭാഷ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതിന്റെ ഭാഷ നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിലെ ഏതാണ് ഭാഷ? എബ്രായ ഭാഷ. അപ്പോൾ ആ പ്രയോഗങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോട് പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? അങ്ങനെ പറയാൻ കാര്യം എന്താ? എന്നിത്യാദി ചിന്തകൾ ഈ 4 സുവിശേഷങ്ങളുടെ ഈ പഠനത്തിനകത്ത് മാത്രം. ബാക്കിക്ക് നിർബന്ധമായി 66 പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ പഠനത്തിൽ ഇതൊരിക്കലും ഓരോ വാചകങ്ങൾ വായിച്ചു പോകുമ്പോഴും വിട്ടുപോകാതിരിക്കാമെന്ന് ഞാൻ കൂടെ ഓർപ്പിച്ചത് മാത്രം. കാരണം സുവിശേഷ പഠനത്തിലെ ഭാഷ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു അറിവില്ലാത്തുള്ള ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ഒരു അറിവില്ലാത്തത് കൊണ്ടാണല്ലോ മറിയ നമ്മളെല്ലാവരും കൂടി കൊല്ലാക്കൊല ചെയ്യാൻ കാരണം. എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിന്തയുണ്ട്, ഈ ഷാജിപ്പാസ് ഒക്കെ ഒരു മറിയ ഭക്തനാണോ എന്നൊരു ചിന്ത തോന്നും. നോ. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഭൂമിയിൽ ജന്മമെടുക്കാൻ ഈ ഭൂമിയിൽ ദൈവം തിരഞ്ഞെടുത്ത ശ്രേഷ്ഠ വനിത എന്ന നിലയിൽ അർഹിക്കുന്ന ആദരവും ബഹുമാനവും നാം കൊടുത്തേ പറ്റൂ എന്ന് ഞാനല്ല, കർത്താവ് കാണിച്ചത്. ഞാൻ ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം തന്നെ പറഞ്ഞ് 2 വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച പോലെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ഗലീല കാനാവിലെ കല്യാണക്കാരൻ നമുക്കറിയാം. അവിടെ വീഞ്ഞ് തീർന്നു പോയി. മറിയം എന്ന് പറയുന്നു അവർക്ക് വീഞ്ഞില്ല. കർത്താവ് ഒരു വിളി വിളിച്ചു, സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ആ ഒരു വാക്യം കടക്കുന്നത് കൊണ്ട് കർത്താവ് പോലും സ്ത്രീയെ എന്നാണ് അമ്മയെ വിളിച്ചത്. തനിക്ക് ജന്മം നൽകിയ മറിയെ പേര് പോലും വിളിക്കാതെ സ്ത്രീയെ എന്ന് വിളിച്ചു. മറിയുടെ സ്ഥാനം അത്രേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർ കടന്നു ചാടും. ആബ്സല്യൂട്ട്ലി റോങ്. അവിടെ കർത്താവ് വിളിച്ച വിളി എന്തെന്നറിയാമോ? സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്തെന്നല്ല. കർത്താവ് പറഞ്ഞ വാചകം ഇതാണ്, കണ്ടോ? അതാ കർത്താവ് ഉപയോഗിച്ച ശൈലി. ഗൈനക്കോളജി കണ്ടോ? ഇതിനകത്തുനിന്നാ വന്ന് ഗുനൈ എന്ന പദത്തിൽ നിന്നാണ് ഗൈനക്കോളജി ഈ പദം ഉണ്ടായത്. വെറുതെ സ്ത്രീ എന്നല്ല. അവിടെ ഉപയോഗിച്ച പദം ശൈലി ഒരു രാജാവിന്റെ പത്നിയെ, പട്ടമഹിഷിയെ, രാജ്ഞിയെ അഭിസംബോധന ചെയ്യുന്ന പ്രയോഗമാണ്. വിളിച്ച വിളി സ്ത്രീയെ എന്നല്ല. മനസ്സിലായോ? പ്രഭു, രാജ്ഞിയെ അഭിസംബോധന അതേ പ്രയോഗം ഉപയോഗിച്ചത്. പ്രഭു, അങ്ങ് കൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? അതാ ചോദിച്ചേ. രാജ്ഞിന്ന് വിളിച്ചത് തന്നെ പറഞ്ഞ കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ വിളിച്ചേ, പ്രഭു അങ്ങ് കൽപ്പിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മലയാളം പേരുസിനകത്ത് സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? എന്റെ പൊന്നോ, ആ വാക്യം വെച്ചിട്ട് ഉപദേശി മരങ്ങ് ചാടി ഇറങ്ങുക, 2 കൈയും വാളും പിടിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിക്കീറുകയല്ലേ മറിയെ. നിങ്ങൾക്കറിയാമോ, ക്രൂശി കിടക്കുമ്പോഴും മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവസാനത്തിൽ രക്തം ഒഴുക്കുന്ന സമയത്തും വിട്ടുകളയാതെ ശ്രദ്ധിച്ചത് അമ്മയുടെ കാര്യമാണ്.
സ്തോത്രം. രക്ഷണ്യ പ്രവൃത്തി ക്രൂശിൽ ചെയ്തെടുക്കുമ്പോഴും മറന്നു കളയാതെ അമ്മയുടെ കാര്യം ശ്രദ്ധിച്ചു. യോഹന്നാനെ വിളിച്ചു പറഞ്ഞു, ടേക്ക് കെയർ ചെയ്തോണം. സ്തോത്രം. അതൊക്കെ പഠിക്കാനായിട്ടുണ്ട്. എന്ത് ചെയ്താൽ നമ്മളിതൊന്ന് സഭയെ പഠിപ്പിക്കുകയില്ല. അമ്മമാരെ ശുശ്രൂഷിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും അവരെ ഉൾക്കൊണ്ടത് എങ്ങനെയാണെന്നൊക്കെ സഭയെ പഠിപ്പിക്കണം. കുടുംബം എന്താണെന്നും കുടുംബജീവിതം എന്താണെന്നും സഭയെ പഠിപ്പിക്കണം. അതെന്ത് ചെയ്താൽ നമ്മൾ ചെയ്യല. കുടുംബജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? കല്യാണമെല്ലാം റെഡിയായി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഓടിച്ചോർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞേച്ച് പാസ്റ്റർമാരെല്ലാം സ്റ്റേജിലോട്ടാണ് കയറും. ഒരൊറ്റ മുതൽ ഉപദേശിമാര് പിന്നെ പ്രസംഗം തുടങ്ങുക. ഭാര്യ ഭർത്താവിനെ ബഹുമാനിച്ചോണം, കീഴ്പ്പെട്ടിരുന്നോണം, കീഴ്പ്പെടുത്താൻ വചനമില്ല, തന്നെത്താൻ കീഴ്പ്പെടണം. ഭർത്താവിനോട് പറഞ്ഞു, നീ വരുമ്പം അവക്ക് ഉഴുന്നുവട മേടിച്ചോണ്ടേ അവരാകും, അവക്ക് നൈറ്റി മേടിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതല്ല ഈ നാട്ടുകാരെ വിളിച്ചിരിച്ചല്ല പറയണ്ടേ. മനസ്സിലായോ? സ്തോത്രം. കുടുംബം എന്താണ്, കുടുംബം എന്ന് സഭയെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെ നമ്മൾ ബന്ധനാഴ്ച തീർത്തിട്ട് വേണ്ട ഇതൊക്കെ അത് പഠിപ്പിക്കാൻ. ഞാനൊക്കെ വാഴ്ത്തലക്കാന്നുള്ള അത് ഉപകാരം ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കർത്താവ് വന്ന് കാഹളം മുഴങ്ങുന്നത് വരെയും നമ്മൾ ബന്ധനഴിച്ചോണ്ടിരിക്കുകയല്ലാതെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കാൻ നമ്മളാരും മെനക്കെടുകയില്ല. നന്നാകാൻ നമുക്കൊട്ട് തീരുമാനവും ഇല്ല. എനിക്കറിയാൻ മേല, ഞാൻ അവൻ കരങ്ങളില്ല ഇതാ പാടുന്നത്. പക്ഷെ ബന്ധനഴിച്ചിട്ട് ഇന്ന് വരെ തീർന്നിട്ടില്ല. ഞായറാഴ്ച അഴിക്കുന്നു, ചൊവ്വാഴ്ച അഴിക്കുന്നു, ബുധനാഴ്ച കോട്ട ജീവിച്ച് അഴിക്കുന്നു, വെള്ളിയാഴ്ച പിന്നെ അഴിപ്പ് മാത്രമേ ഉള്ളൂ. എന്നാലും പിന്നെ ഞായറാഴ്ച തന്നെ കഴിക്കണേ. ഇതിന് മാത്രം നിങ്ങളെ ആരാ പൂട്ടിയിട്ടിരിക്കുന്നത് എനിക്കറിയാൻ വേണ്ട. ദൈവം തമ്പുരാനെ അടുത്ത ഞായറാഴ്ച ആരെയും ക്ലാസ്സിൽ കാണുക, ഒരു വിടുതൽ പ്രതീക്ഷയായിരിക്കും ഇന്ന് രാത്രി ക്ലാസ്സിൽ ഇരുന്ന്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളെ ഈ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ എല്ലാം മോശ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു കാര്യമുണ്ട്. എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കണം. 8:20 വായിച്ചു നോക്കണം. എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കണം. അപ്പൊ ആദ്യം എന്ത് നടക്കണം? ഓങ്ങിയവരും കൂടെ മിണ്ടുന്നില്ല. ഷീബാൻജി എന്ത് പറയാനായിട്ട് ഓങ്ങിയച്ച് വേണ്ടാന്ന് വെച്ചു, കുഴഞ്ഞു പോകില്ലെന്ന് ഓർത്ത. ആദ്യം എന്ത് നടക്കണമെന്ന് പറ. ആരാ നടക്കണോ, ഇവിടുന്ന് നടക്കണോ? ഞാനല്ല, പുസ്തകമാ പഠിപ്പിക്കുന്നത്. ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്ക. വിട്ടയച്ചാൽ എന്ത് ചെയ്യാൻ പറ്റൂ? ആരാധിക്കാൻ പറ്റൂ. അല്ല, വിടുതൽ പ്രാപിച്ചവനെ ആരാധിക്കാൻ പറ്റൂ. നമുക്ക് ഇവിടുന്ന് ഈ ആരാധിച്ചു എടുക്കാൻ പറ്റുന്നേ 3-4 പേരുണ്ടായിരുന്നു, അവരും കൂടെ പോയെന്ന് തോന്നുന്നു. സ്തോത്രം. അല്ല, മനസ്സിലാവുന്നോ? നമുക്ക് വഴിയിലേക്ക് മടങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടെ മറിയെ കയറി ആവശ്യമില്ലാതെ അഭിസംബോധന ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? വളരെ ബഹുമാനത്തോട് വാദമുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഭൂമി ജന്മമെടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി. ചില്ലറക്കാരിയല്ല. സമർപ്പണം, താനേറ്റ നിർണയ അപമാനമൊക്കെ നമുക്ക് വരുന്നുണ്ടോ ക്ലാസ്സിൽ? മനസ്സിലായോ? അതുകൊണ്ട് മറിയം എഴുതുമ്പം വിറക്കണം കൈ. എന്നിട്ട് നാളെ മുതൽ പടത്തിന് മുമ്പിൽ പൊരിക്കുകയും ചെയ്യരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ട് പറഞ്ഞ പോലെ ഇപ്പം ബഹുമാനിക്കണമെന്ന് പറഞ്ഞത് നാളെ മുതൽ നേരെ ഓപ്പോസിറ്റ് തിരികെ പോലും ചെയ്യരുത്. പക്ഷെ ആളാരെന്നറിഞ്ഞ് ഡീൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ ആശയമുള്ളൂ. എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ സുവിശേഷങ്ങളിലേക്ക് ഞായറാഴ്ച പ്രവേശിക്കണം. വളരെ പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ആയിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.